Hey guys. സംഭവം ഉണ്ടല്ലോ, സംഭവം നമ്മൾ വലിയൊരു ഇൻട്രോ കൊടുത്തിട്ട് ഒരു കിടിലൻ സാധനം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് സാധാരണ KSRTC ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മണിക്കാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, ഒരു 12-1 മണിയാകുമ്പോഴേ ഇവർ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 10 മണിക്കുള്ള ബസ്സാണ് ബുക്ക് ചെയ്തത്. ഇവരിത് 2 മണിക്കൂർ വൈകിട്ടല്ലേ വരുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ മെല്ലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് സെറ്റായത്. വേറെ ഇവർ വിളിച്ചപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിലേക്ക് എത്തണം, എന്നാലേ ഇതില്ലേ ബസ് മിസ്സാവുന്നു. ഞങ്ങൾ ഫുഡ് വരെ കഴിക്കാണ്ട് ഞങ്ങൾ 2 മണിക്കൂർ എപ്പോഴും ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇത് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങിയത്. എന്തായാലും വൈകുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഇവർ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ, കാരണം ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന ബസ്സാണ്. നമ്മളെപ്പോഴും കയറുന്ന ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ എടുക്കുന്ന ബസ്സായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ലേറ്റ് ആവും. പക്ഷെ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സായതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയം കയ്യിലൊന്നുമില്ല. വേഗം ഓടിച്ചാടി ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം വെള്ളത്തിലായി പോയി. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല. സംഭവം ഗണേഷ് കുമാർ സാർ എല്ലാം റെഡിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇനിയും കുറെ അടിച്ച് തെളിക്കാൻ ഇനിയുമുണ്ട് കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി നമുക്ക് കാണാം. നമ്മൾ ആക്സിഡന്റിന് ശേഷം നാട്ടിലേക്ക് പോയിട്ടില്ല. അതും പോരായിട്ട് വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. ഏത് സർപ്രൈസ് എന്നല്ല, എനിക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരാളെ പരിചയപ്പെടുത്തി തരാണ്ട് നിങ്ങളെ. എന്നെ തളർത്തി പണ്ടരടിക്കിയ ഒരാളുണ്ട്, അയാളെ ഒന്ന് കാണിച്ചു തരാണ്ട്. അയാളെ കുറിച്ചൊന്ന് പറയാണ്ട്, നിങ്ങളെ കാണിച്ചു തരാണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഒരു 3 ദിവസം ഉണ്ടാവും നാട്ടിൽ, എല്ലാവരും കാണുക. ഓക്കെ, അങ്ങനെ ഫൈനലി ബസ് കിട്ടി. കറക്റ്റ് സമയത്താണ്, കൃത്യനിഷ്ഠത. സത്യം പറഞ്ഞാൽ ബസ് കഴിക്കുമെന്ന് ഓർത്തിട്ട് ഒരു തുള്ളി പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല. നല്ല വിശന്നിട്ടാന്ന് തുടങ്ങിയ വിശപ്പ് എന്ന് പറഞ്ഞപ്പോ എന്റെ പുല്ലോ എന്റെ കുടലൊക്കെ കത്തുന്നു. അതിന്റെ മണാന്ന് തോന്നുന്നു. അമ്മയാണെങ്കിൽ എന്തോ കഴിക്കാൻ 2 പഴവും ഒരു പപ്സും പിന്നെ ഒരു ഓംപ്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം കഴിക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതിനിപ്പോൾ ഏത് സ്റ്റോപ്പിലാണ് നിർത്തുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ വിശന്നിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ, ചത്തു പോകും. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാം. നീ എങ്ങോട്ടാ പിടിക്കുന്നേ? എനിക്കറിയില്ല, ഞാനിതല്ലേ പണി, കട്ടുന്നല്ലായിരുന്നു എനിക്ക് പണി. അന്തസോടെ ഇത് പിടിക്കും, ഞാൻ മേടിച്ചതരാം. പിടിക്കണേ. എന്താ വാരിത്തര മാത്രയില്ലല്ലേ? ആരും ഇത് വിടരുത്. എസ്താണ് മുട്ട മുട്ട നമ്മളെ കൈ എങ്ങനെ കഴുകുന്നു? അതിന്റെ പൊന്നാച്ച ആ തലമേലോ കൈ ഇവിടെ തുറക്കി. രാത്രി ബ്രെഡും ഉണ്ട്, പപ്സൊക്കെ ഉണ്ട്. അത് പപ്സ് ആയിരുന്നില്ല, മുട്ടല്ല. കണ്ണുണ്ടല്ലോ. കാരണം ഉച്ചക്ക് നിന്നാണേ, സമയം രാത്രി 11 മണി. മെല്ലെ കേട്ടി എനിക്കും കാട്ട് നേരെ എനിക്ക് വായിക്കാം. എനിക്ക് ഇഷ്ടം കേട്ടോ. ഗൈസ് വിഷമിട്ടാണ്. ആരൊക്കെയോ നോക്കുന്നുണ്ട്, നമ്മൾ അവരെ വിശപ്പ് അതാണ് മെയിൻ. നമ്മൾ ആരെ നോക്കണ്ടേ. അങ്ങനെ അല്പം ആശ്വാസം കിട്ടി. ജീവൻ തിരിച്ചിട്ട് വരണം.
ഇനി അടുത്ത എവിടെ നിർത്തണേന്ന് അറിയില്ല. ചിലപ്പോൾ കോഴിക്കോടായിരിക്കും. ആ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് അടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോയാ പോയി. അതെ, ഉറങ്ങിപ്പോയാൽ പിന്നെ നാട്ടിൽ നിന്ന് ഇരിക്കുള്ളൂ. അതിന് മുമ്പ് എവിടെയും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് അടിക്കണം. ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അതെ, ഉറങ്ങാൻ സമയമായി. ഉറങ്ങാൻ സമയം എന്ന് പറയണേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു. നല്ലോണം ഉറക്കം ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങി. ഞാൻ ഇങ്ങനെയൊക്കെ കിടന്നിട്ട് പെഡലിയൊക്കെ വേനെടുത്തിട്ട് പാടില്ല. വീട്ടിൽ ചെന്ന് ഒന്നും കൂടെ മര്യാദ കിടന്ന് ഉറങ്ങാം. ധൃതിയിലാണെങ്കിൽ ജാക്കറ്റ് എടുത്തില്ല. തണുത്തിട്ടാണെങ്കിലോ എൻ്റെ പൊന്നോ പെട്ട്. നമ്മളെങ്ങനെ ബൈക്ക് പോവും? ബൈക്കോ ഈ 5:30. ഞാൻ വിചാരിച്ചത് നമ്മൾ 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ എത്തുന്ന നമുക്ക് ഓട്ടോ വിളിക്കാം. എൻ്റെ മോനെ ഒരു രക്ഷല്ല. ഓ, ഞങ്ങൾ എന്തായാലും വൈകൂന്ന് വിചാരിച്ചിട്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആവും എത്താൻ. അപ്പൊ ഇത് നഫ്ലാനെ കൊണ്ട് സ്കൂട്ടിക്ക് പോവാനായിരുന്നു. അമ്മാ രക്ഷയില്ലെന്ന് പറഞ്ഞാ എൻ്റെ പൊന്നോ. എൻ്റെ മോനെ തണുത്തിട്ടാണെങ്കിലോ. ഓ പട്ടി സാർ, ഞങ്ങൾ ഓട്ടോയിൽ പോകുന്നു. വിറക്കുന്നേ. ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെയൊക്കെ ഗ്രില്ല് ചെയ്തു. രക്ഷ എൻ്റെ പൊന്നോ. ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇത്ര നാൾ കൊച്ചിയിൽ നിന്നിട്ട് പിന്നെ വയനാട്ടിലേക്ക് വന്നപ്പേ ആ തണുപ്പ് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ള സീനായി പോയി. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഹലോ ഗായ്സ്, നല്ല ഉറക്കം എല്ലാരും. ഹലോ ഗായ്സ്, ഇത്ര നേരത്തെ എത്തും ഞങ്ങൾ വിചാരിച്ചില്ല.